പാകിസ്ഥാനെതിരെയുള്ള സൈനിക നീക്കത്തിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചോ? ബ്രഹ്മോസ് ഉപയോഗിച്ചുവെന്ന പാക് വാദത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല. ബ്രഹ്മോസ് പ്രയോഗിച്ചോ എന്നത് കണ്ടെത്താനാകില്ലെന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മോസ്. ലോകരാജ്യങ്ങളെല്ലാം ഭയപ്പെടുന്ന ഈ മിസൈൽ സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യക്ക് ആവശ്യമായി വന്നു. അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ബഹവൽപൂരിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന് പാകിസ്ഥാൻ സംശയിക്കുന്നു. തുടർച്ചയായി തൊടുത്തുവിട്ട 4 മിസൈലുകൾ മൗലാന മസൂർ അസദിന്റെ താവളം ചാമ്പലാക്കി. പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന് ആരോപിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല. സുഖോയ് വിമാനങ്ങളിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ചിട്ടുണ്ട്. സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യ സുഖോയ് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ സുഖോയ് വിമാനങ്ങളിൽ നിന്നും ചീറിപ്പാഞ്ഞത് ബ്രഹ്മോസ് തന്നെയാണോ? പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ആ സാധ്യത തള്ളിക്കളയുന്നില്ല. If we launch the BrahMos towards the enemy airbase, we can create a lot of damage, and this damage will disallow the adversary to use their systems. So that's what is the objective. ഇന്ത്യ ഇതുവരെ ബ്രഹ്മോസ് ഒരു സൈനിക ദൗത്യത്തിലും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ആദ്യ ഉപയോഗം സിന്ദൂർ ദൗത്യത്തിലായിരുന്നു. അസാധാരണ പ്രഹരശേഷിയുള്ള മിസൈലാണ് ബ്രഹ്മോസ്. കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുക്കാവുന്ന ഈ ക്രൂയിസ് മിസൈലിന് 300 കിലോമീറ്ററാണ് ശേഷി. നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ബ്രഹ്മോസിനെ തകർക്കാനാവില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.